ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് ധൃതിയുള്ള ദിവസമാട്ടോ, കുറേ കാര്യങ്ങൾ ഒതുക്കാനും പെറുക്കി വയ്ക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചടേന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. വേറെ ഒന്നുമല്ല, റാഗി ദോശയാണ് ഉണ്ടാക്കിയത്. ഇതിവിടുത്തെ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കുക്ക് ചെയ്യാനൊന്നും വലിയ മൂഡില്ല കേട്ടോ രാവിലെ. അതുകൊണ്ട് തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഉച്ചയ്ക്ക് ഫവൽക്ക വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ ചെമ്മീൻ വാങ്ങിയത് കറി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ വാങ്ങിയത്. പിന്നെ ഇനിയിപ്പോൾ നമ്മളെല്ലാ വീക്കെൻഡും ആണ് സാധാരണ ചെമ്മീൻ ബിരിയാണി അല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ 2 വെള്ളിയാഴ്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ബിരിയാണി ഇവിടെ വെച്ചിട്ട്, അവൾക്കാണെങ്കിൽ എൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ അവൾക്കാട് ഭക്ഷണ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഭയങ്കര പാടാണ്. പുറത്ത് പോയി കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കാര്യമാലേക്കും ഭയങ്കര സങ്കടം വരും കേട്ടോ. നമ്മളുള്ളപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആരും ഒറ്റയ്ക്ക് മൂപ്പരാൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കലൊന്നും നടക്കണ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എത്ര സങ്കടമായാലും വേണ്ടിയില്ല, കുറച്ച് മൂഡില്ലെങ്കിലും ഞാൻ മൂടുണ്ടാക്കിയിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും മൂടില്ല. പക്ഷേ ഇനിയിപ്പോൾ വീട്ടിൽ പോയി നാട്ടിൽ പോയി വീഡിയോ എടുത്ത് എങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പറ്റണ സ്ഥിതിക്ക് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ്. ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് ചെറുനാരങ്ങയും ചേർത്തിട്ട് ഞാൻ ആദ്യം ചെമ്മീനൊന്ന് വറുത്തെടുത്തു. എന്നിട്ട് അതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറക്കണം കേട്ടോ. അതേ വെളിച്ചെണ്ണയിൽ തന്നെ സവാള ഫ്രൈ ആക്കാനിട്ടുണ്ട്. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് കാണിച്ച മെഷർമെൻറ്റിലുള്ള ജിഞ്ചർ ഗാർലിക്ക്, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മൾ തക്കാളി അതൊക്കെ കൂടിയിട്ടിട്ട് വഴറ്റി കൊടുക്കുക. വഴന്ന് വരുമ്പോൾ നമ്മൾ തൈര് ഒഴിച്ചെടുക്കുക. പിന്നെ ഞാൻ കാണിച്ചെന്ന പോലെ നമ്മൾ പൊടികൾ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയുടെ പൊടിയാണ് കേട്ടോ ചേർക്കണം. ഞാൻ കാണിച്ചെന്ന സ്പൂണിൽ ആ കണക്കിനാണ് ഞാൻ, അതുകൊണ്ട് ഓരോ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. 4 ടേബിൾ സ്പൂൺ തൈരുമാണ് കേട്ടോ ഒഴിച്ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോന്നൊന്ന് ചെക്ക് ചെയ്യുക. ഫൈനലായിട്ട് 1 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ഗരം മസാല ചേർത്ത് കൊടുക്കുക. കടയിൽ നിന്ന് വാങ്ങുന്നത് ഡിഫറെൻറ്റ് സാധനങ്ങളുടെ കുറവുണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു പൊടിക്ക് എനിക്ക് തീരെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാക്കാനാട്ടോ പതിവ്. വല്ലപ്പോഴും റയറായിട്ടൊക്കെയാണ് പുറത്തുനിന്ന് വാങ്ങൽ. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഇങ്ങനെ ബിരിയാണി മസാല തയ്യാറാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അതായത് പോകാനുള്ള ചെറിയ പ്രിപ്പറേഷനുകൾ ഇടയിൽ നടത്തുന്നുണ്ട്. എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബാഗൊക്കെ കഴുകാനിട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൊണ്ടുപോകാനുള്ള 2-3 ബാഗൊക്കെ കഴുകാനുണ്ട്. ബാഗ് പൊടി പിടിച്ച് ഇവിടെ ഞാൻ ബാഗ് അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമാണ് പുറത്ത് പോകുമ്പോഴൊക്കെ ബാഗ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഈ ബിരിയാണി നെയ്ച്ചോറ് വെച്ചിട്ട് നമ്മൾ കൈമാരിയിൽ നെയ്ച്ചോറ് വെച്ചിട്ട് കൊട്ടണം ചേട്ടാ. അതിനായിട്ട് നമ്മൾ പശു നെയ്യിൽ 1-2 ടേബിൾ സ്പൂൺ പശു നെയ്യിൽ നമ്മൾ സ്പൈസസ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഞാൻ 4 കപ്പ് അരി ആട്ടോ എടുത്തിരിക്കണം. അപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആട്ടോ, ഇതിൽ കൂടാനോ കുറവാനോ പാടില്ല. എന്നിട്ട് നമ്മൾ ഉപ്പ് മുൻതൂക്കം ഇട്ട് കൊടുക്കുക. വെള്ളത്തിരി മുൻതൂക്കം കഴിക്കുന്ന രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചോറൊന്ന് വറ്റിച്ചെടുക്കുക. കുക്കറിലാണ് വറ്റിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ വിസിലൊന്ന് ഊരിക്കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആവി വന്ന് തുടങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം വറ്റി തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ലോണം വെള്ളം വറ്റിയ ആ ടൈമിൽ നമുക്ക് നമ്മൾ അരി ദമ്മ് ഇടാനുള്ള പാകമായി എന്നാണ് അർത്ഥം. ഒരുപാട് വേവിക്കരുത്. ഞാനിവിടെ ദം ബിരിയാണി ആയിട്ട് ഉണ്ടാക്കണം, അതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തി നിറച്ച് വേവിക്കരുത്. കണ്ടോ, നമ്മൾ എക്സസ് വെള്ളം ഇവിടെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മൾ ബിരിയാണി വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 70% കുക്കായിട്ടുണ്ടാവുള്ളൂ. ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ടാവുള്ളൂ. അരി കടിക്കുന്ന ഒരു ഇതാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിനി മസാല ദമ്മ് ചെയ്യില്ല, ആ ടൈമിൽ ഇത് ഫുള്ളായിട്ട് വേവിട്ടു. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് നെയ്യ് ആ പാനിൻ്റെ അടിയിൽ അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യൊന്ന് തൂക്കിയിട്ട് നമ്മൾ ചോറ് പകുതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലെയറായിട്ട് നമ്മൾ ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതൊക്കെ ചേർക്കട്ടെ. ഞാൻ ഓവറായിട്ട് ഇന്ന് പണിയെടുക്കണില്ല, എല്ലാം കൂടി ആകുമ്പോൾ കുറേ നേരമുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ എപ്പോഴും അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തിടൽ നിർബന്ധമുള്ള കാര്യം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഫ്ലേവർ വരും എന്നല്ലാണ്ട് ടേസ്റ്റിൽ വലിയൊരു പങ്ക് വഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പറക്കി കളയലാണ് ഇവിടുത്തെ പണി. ഞാനതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ട് ചേർക്കലില്ല കേട്ടോ. പിന്നെ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് പുതിന മല്ലിയില ആഡ് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല ഞാനിന്ന് ബിരിയാണി വെക്കൽ. കറി വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ചേഞ്ച് ആക്കിയതാണ് ചെമ്മീൻ ബിരിയാണിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ സ്വന്തം ഗരം മസാല ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാലയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറുള്ള ഒരു ഗരം മസാലയാണിത്. ഇനിയിപ്പോൾ നമ്മൾ ഫോയിലിംഗ് പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുത്ത് നമ്മൾ ആ ബിരിയാണി കൂട്ടാൻ റെഡിയിട്ടാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ അരി ഇപ്പോഴും ഫുള്ളായിട്ട് വെന്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ 20 മിനിറ്റിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ ദം ബിരിയാണി ഇവിടെ റെഡിയാണ്.
അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ ചോറ് തുറന്ന് നോക്കാം. കുറച്ച് നേരം ഉണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറൊക്കെ വെക്കുന്നത്, ദമ്മിൽ തന്നെ വെക്കുന്നത്. അതായത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ചുകൂടി ഫ്ലേവർ റൈസിൽ പിടിക്കും. അപ്പോൾ ഇതാ കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങളിങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ പലരും പല ടൈപ്പിലായിരിക്കില്ല ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് സൈഡായിട്ട് നമ്മൾ കച്ചമ്പറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൊർക്കയിൽ സലാഡ്, എനിക്ക് തോന്നുന്നു ബിരിയാണിക്ക് കുറച്ചും ടേസ്റ്റ് അതായിരിക്കില്ലേ, നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർക്കാനും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.